തിരുവനന്തപുരത്തേക്ക് പോകുന്നു. അവിടെ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. അതിലേക്ക് തത്സമയം. പിന്നീട് സംഘടിപ്പിക്കാൻ കഴിയും. ഈ പരിപാടിയിൽ 2 ഭാഗമായാണ് പരിപാടി നടന്നിരുന്നത്. ഒന്ന് രാവിലത്തെ ഒരു യോഗം, ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്ത 500ഓളം ആളുകൾ പങ്കെടുക്കുന്നൊരു യോഗം. ആ യോഗത്തിലൊക്കെ എല്ലാ മേഖലകളിൽ നിന്നും നല്ല പ്രതികരണം ഉയരുന്നതാണ് കണ്ടത്. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ശരിയായൊരു ദിശാബോധം എല്ലാവരും ആ യോഗത്തിൽ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയും. വൈകുന്നേരത്തെ ഇതുപോലുള്ള റാലികൾ വൻ ജനപങ്കാളിത്തത്തോടെയാണ് എല്ലാ ജില്ലകളിലും നടന്നത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ എങ്ങനെ കേരളത്തിലുണ്ടായ മാറ്റവും പുരോഗതിയും സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് വൈകുന്നേരത്തെ ഈ മഹാ റാലികൾ കാണാൻ കഴിഞ്ഞത്. 2016 നമ്മുടെ നാട് വല്ലാത്ത പിറകിൽ പോയ അവസ്ഥയായിരുന്നു. കേരളം നല്ല രീതിയിൽ നേരത്തെ മുതൽ അഭിവൃദ്ധി നേടിയ ചില മേഖലകളുണ്ട്. അതിലൊന്നാണ് വിദ്യാഭ്യാസ രംഗം. നവോത്ഥാന കാലഘട്ടം തൊട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ നവോത്ഥാന നായകരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. തുടർന്ന് കേരളീയ സമൂഹം വലിയ തോതിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ന് കാണുന്ന കേരള സംസ്ഥാനം രൂപം കൊണ്ടത് 1956 നവംബറിലാണല്ലോ. തൊട്ടു പിന്നാലെ തെരഞ്ഞെടുപ്പ് നടന്നു നിയമസഭയിലേക്കുള്ള. 1957 കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് രൂപീകൃതമായി. അന്ന് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് അധികാരത്തിലേറ്റിയത്. VMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരമേറ്റു. ആ സർക്കാരാണ് കേരളത്തിൻ്റെ വികസനത്തിന് അടിത്തറയിട്ടത്. വിവിധ മേഖലകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസ മേഖല. വിദ്യാഭ്യാസ രംഗത്ത് സാർവത്രിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പോയി പഠിക്കാൻ സൗകര്യമുണ്ടാകുമാറ് നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്കൂളുകൾ അനുവദിക്കുന്ന നില ആ ഗവൺമെൻറ് സ്വീകരിച്ചു. തുടർന്ന് വലിയ പുരോഗതിയാണ് കേരളം വിദ്യാഭ്യാസ രംഗത്ത് നേടിയത്. പക്ഷേ 2016 നാം വിദ്യാഭ്യാസ മേഖലയിൽ
അധോഗതിയിലായിരുന്നു. 1000-ഓളം സ്കൂളുകൾ അടച്ചിടേണ്ട പട്ടികയിലായിരുന്നു അന്ന്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല, കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കളും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ ഫലം 5 ലക്ഷത്തോളം കുട്ടികൾ കൊഴിഞ്ഞു പോയതായിരുന്നു.